ഞങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് പറയുമ്പോ CPM-നോ അതിന്റെ CPM-ന് വേണ്ടി വർത്താനം പറയുന്ന ആളുകൾക്കോ പ്രയാസം ഉണ്ടായിട്ട് കാര്യമില്ല. അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന പുതിയൊരു നാളേക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ, ഈ വയനാട് കോളേജിന്റെ കാര്യം നേരത്തെ ആങ്കർ സൂചിപ്പിച്ചല്ലോ. വയനാട് സിദ്ധാർത്ഥനെ കൊല ചെയ്തതാരാ? അവിടുത്തെ SFIയുടെ നേതാക്കൾ, യൂണിയന്റെ പ്രസിഡന്റ്, സെക്രട്ടറിയൊക്കെ പ്രതികൾ. എന്നിട്ട് CPM കണ്ടെത്തുന്ന ന്യായം എന്താ? സൈബർ പോരാളികള്. ആ പ്രതികളിൽ ഒരാളുടെ വീട്ടുകാർക്ക് കോൺഗ്രസ് ബന്ധമുണ്ട് എന്നാണ്. എത്രയോ കുടുംബങ്ങൾ കോൺഗ്രസ് ബന്ധമുണ്ട്. എന്റെ ഫാമിലി കോൺഗ്രസ് ഫാമിലിയാണ്. ഞാൻ SFIയിലൂടെ പൊതുപ്രസ്ഥാനത്തിൽ വന്നയാളാണ്. 30 കൊല്ലം CPM-ൽ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കോൺഗ്രസ് ഫാമിലിയിൽ നിന്ന് വന്നയാള് കമ്മ്യൂണിസ്റ്റ് ആയത്, SFI ആയത് ആ പ്രസ്ഥാനത്തിലുള്ള സേവയുടെ വർഷങ്ങൾക്ക് മുൻപാണ്. ഇവിടെ എന്താ അങ്ങനെ അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം അന്വേഷിച്ചു പോകേണ്ട കാര്യം? വയനാട് ഈ കോളേജിനകത്ത് SFI മാത്രമേ ഉള്ളൂ. അവിടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ ദിവസങ്ങളോളം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിച്ച് അവരെ ശാരീരികമായി മർദ്ദിച്ച് അവശനാക്കി അവസാനം കൊന്ന് കെട്ടിത്തൂക്കി. 1. 2, കൂടെ പ്രവർത്തിക്കുന്ന AISF-ന്റെ സംസ്ഥാന കമ്മിറ്റി നേതാവായ ഒരു ദളിത് പ്രവർത്തക കൂടിയായ വനിതാ പ്രവർത്തകയെ കടവയറ്റിന് ചവിട്ടിയ നേതാവല്ല ഇപ്പൊ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ. തെരഞ്ഞെടുപ്പിന് എല്ലാവരും ഒന്നിച്ച് ഇടതുപക്ഷം നേടി പറഞ്ഞു വരുമ്പോ ഇതുകൂടി പരിശോധിക്കണ്ടേ? കൂടെ പ്രവർത്തിക്കുന്നവരെ പക്കിനിടിക്കുന്ന ആളുകൾ എങ്ങനെ അന്യന്റെ ശബ്ദം? ഇവിടെയാണ് സഹിഷ്ണുതയുടെ രാഷ്ട്രീയം. അസഹിഷ്ണുത പാടില്ല. ഇത് ആർക്കായാലും പാടില്ല. ഞാൻ പറയുന്നത് ഇത് CPM മാത്രം എന്താ പറയാ അസഹിഷ്ണുതയുടെ ആളുകളൊന്നുമല്ല. അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യക്കകത്തുണ്ട്. ആ അസഹിഷ്ണുത വെച്ച് പുലർത്തി എതിരാളികളെ ഉന്മൂലനം ചെയ്ത് അങ്ങനെ സുഖമായി മുന്നോട്ട് പോകാമെന്ന് ധരിച്ചാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് നടക്കില്ല, എന്നും വിജയിക്കില്ല. ഇപ്പൊ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ, നേരത്തെ ആങ്കർ ചോദിച്ച ഇതിന്റെ CPM-ന്റെ നേതൃത്വം അറിയാത്തത് നടക്കില്ല. ഒരു സംശയവും വേണ്ട. CPM-ന്റെ ഉന്നത നേതൃത്വം ആലോചിച്ചിട്ട് തന്നെയാണ് CPM-ന്റെ അടിത്തട്ടിലുള്ള ഓരോ പ്രവർത്തനവും നടക്കുന്നത്. അത് ബോംബുണ്ടാക്കലാകാം, ചന്ദ്രശേഖരന്മാരെ വെട്ടിക്കൊല്ലലാകാം, എല്ലാം. നിങ്ങൾ പരിശോധിച്ചോ. ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് ആ പ്രതികൾക്ക് വേണ്ടി വാദിച്ച നേരത്തെ പറഞ്ഞ ലക്ഷത്തിന്റെ കണക്കാ. രാമപിള്ള വക്കീൽ കോടിയാണ് കൊടുത്തേക്കണേ, കോടി. കേസ് കോടികൾ മുടക്കുകയാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കും, അല്ലെങ്കിൽ തന്നെ CPM-ന്റെ ഫണ്ട് ഉണ്ട്, അത് കൊടുക്കുന്നു. ആ പ്രതികളുടെ മുഴുവൻ ദിനചര്യകളും നിയന്ത്രിക്കുന്നത് CPM-ആണ്. അതിനുവേണ്ടി CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തുകയാണ്. കോടതിക്കകത്ത് ഈ കേസിന് പ്രതികളെ കൊണ്ടുവരുമ്പോ CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ കോടതി മുറ്റത്തുണ്ട്. വക്കീലിനെ കാണുന്നു, പ്രതികളെ കാണുന്നു, വിശദാന്വേഷണം നടത്തുന്നു, അവർക്ക് പരോൾ അനുവദിക്കും. എത്ര ദിവസം? കുഞ്ഞനന്ദനൊക്കെ ജയിലിൽ കിടന്നതിന്റെ ഇരട്ടി ദിവസം പുറത്തുണ്ട്. എല്ലാ പ്രതികളും പുറത്തുണ്ട്. അവര് പുറത്തു നടന്നു വീണ്ടും കൊട്ടേഷൻ നടത്തുന്നു, ജയിലിനകത്ത് കിടന്ന് നടത്തുന്നു, പോലീസ് അവർക്ക് ഒത്താശ ചെയ്യുന്നു. ഇതൊക്കെ കേരളീയ സമൂഹം പച്ചയ്ക്ക് കാണാണ്. ഇതൊക്കെ നടക്കുമ്പോ ഇവിടെ ഒരു ന്യായീകരണ തൊഴിലാളികൾ മിണ്ടില്ല. എന്നിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരുടെയും പ്രവർത്തിച്ച് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ ഉടനെ ഇവരെല്ലാവരും ചാടി പുറപ്പെടും. എല്ലാ സാംസ്കാരിക നായകന്മാരും വരും. പിന്നെ അതിനെതിരെ ചർച്ചയായി മാപ്പ് പറഞ്ഞാലും ഒരു രക്ഷയില്ല. അവിടെ വന്ന് ബോംബെറിയാണ്. ബോംബെറിഞ്ഞതിനെ പറ്റി ഈ ഹരിഹരന്റെ വീട്ടിൽ ബോംബെറിഞ്ഞപ്പോ ഹരിഹരൻ തെറ്റ് ചെയ്തെങ്കിൽ നിയമപരമായിട്ട് നടപടി മുന്നോട്ട് പോട്ടെ, അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കാം. പക്ഷെ ബോംബെറിഞ്ഞു. പോലീസ് പറയുന്നത് എന്താ? അവിടെ പടക്കം പൊട്ടിന്ന എന്താ? മലപ്പുറത്ത് രണ്ടു ദിവസം മുമ്പ് വല്ല വിഷു ഉണ്ടാ, വല്ല ആഘോഷം ഉണ്ടാ, പടക്കം പൊട്ടിന്ന് പോലീസ് പറയാണ്. ഫോറൻസിക് വിഭാഗം വന്ന് പരിശോധിച്ചിട്ടില്ല. അപ്പോഴേക്ക് പോലീസ് പറയാം ഇതെന്തോ പടക്കം പൊട്ടിത്ത. ഇങ്ങനെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ UP ജോസഫിനും ബാലഗോപാലിനും ഒക്കെ തലതല്ലി പിടിച്ച കഥ. ഞാനൊക്കെ അന്ന് DYFIയിൽ SFIയിലുണ്ട്. ഞങ്ങളൊക്കെ അതിന്റെ ഒപ്പമുണ്ട്. എന്നെയും പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. എന്റെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാം. മന്ത്രിയെ തെരുവിൽ തടഞ്ഞ സ്ക്വാഡിൽ പെട്ട ആളായിരുന്നു ഞാൻ 86-ല്. അന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയാതെ എന്താ പറയാ പെട്ടുപോയ ഞങ്ങളെ രക്ഷപ്പെടുത്തി അന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരാ. അതാ ജനാധിപത്യം. ഈ UP ജോസഫൊക്കെ സമരം ചെയ്ത് തലതല്ലി പൊളിച്ചപ്പോ കോൺഗ്രസ്സുകാരോ BJP-കാരോ ആയിരുന്നോ? അല്ലെങ്കിൽ അവരുടെ ഗുണ്ടകളായിരുന്നോ? പോലീസല്ലേ. പിണറായിക്ക് പോലീസില്ലേ? പോലീസ് കൈകാര്യം ചെയ്യട്ടെ. പക്ഷെ DYFIക്കാർ, പിണറായിയുടെ ഗുണ്ടകൾ റോട്ടിലിറങ്ങി സമരക്കാരെ തല്ലിയാലോ? അതാണ് ഈ ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് സ്വഭാവം എന്ന് ഞങ്ങളൊക്കെ പറയണത്. ഹിറ്റ്ലർ അങ്ങനെയായിരുന്നു ജർമ്മനിയില്. അവിടെ ഹിറ്റ്ലറുടെ ഗുണ്ടകളാണ് ഈ എന്താ പറയാ എതിരാളികളെ കൈകാര്യം ചെയ്തിരുന്നത്. ആ ഗുണ്ടകളെയാണ് പിന്നീട് ഹിറ്റ്ലർ പട്ടാളക്കാരാക്കിയത്. കേരളത്തിൽ അതിന്റെ സ്ഥിതി. DYFIക്കാർ പിണറായി വിജയന് വേണ്ടി ആയുധപ്പെടുത്തി രംഗത്തിറങ്ങുന്നു, സമരക്കാരെ തല്ലിയൊതുക്കുന്നു. ഇവരൊക്കെ തന്നെ
മറ്റു പല പിൻവാതിലിലൂടെ പോലീസും മറ്റു സർക്കാർ ഉദ്യോഗങ്ങളിലും വരുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് കേരളത്തിൽ നടക്കണേ. അതുകൊണ്ടാണ് PSC നിയമനങ്ങൾ ശരിയായ രീതിയിൽ നടക്കില്ല. അവിടെ ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് കണ്ടല്ലോ, SFIയുടെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുകൾ അവരൊക്കെ തന്നെ PSC റാങ്ക് ലിസ്റ്റിൽ 1, 2 വരികയാണ്. എങ്ങനെ വന്നതെന്നൊക്കെ പരിശോധിച്ചില്ല. കേരളീയ സമൂഹം ചർച്ച ചെയ്താൽ എങ്ങനെയാണ് പിൻവാതിൽ നിയമനം നടക്കണ കേരളത്തിൽ? ഇതൊക്കെ നടക്കുമ്പോ അതിനൊന്നും ന്യായീകരിക്കാൻ വരരുത്. ഇത് ശരിയല്ലാന്നെങ്കിലും CPM-ന്റെ പ്രാദേശിക പ്രവർത്തകർക്ക്, മാന്യന്മാർക്ക് തോന്നണം. ഇപ്പൊ ചന്ദ്രശേഖരന്റെ കേസ് നേരത്തെ ഡോക്ടർ ജയരാജൻ പറഞ്ഞല്ലോ, അത് വളരെ ബ്രൂട്ടലായിരുന്നു. ഇത് അന്നേ പറയണം. ഇവിടെ സാംസ്കാരിക പ്രവർത്തകരുണ്ട്, CPM-ന് വേണ്ടി വർത്തമാനം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിയല്ലാത്തത് കണ്ടാൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും തെറ്റ് ചെയ്യാനുള്ള സാധ്യത കുറയും. അത് നമ്മുടെ CPM-ന്റെ നിരപരാധികളായ സതുദ്ദേശപരമായി കാര്യത്തെ നോക്കിക്കാണുന്ന അണികൾ, പ്രാദേശിക പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതാണ്. പിണറായി വിജയനും അതുപോലുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഒരു തരം ബിസിനസ് രാഷ്ട്രീയ കൈകാര്യം ചെയ്യണേ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുക. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുമ്പോ പിണറായി വിജയനും കുടുംബത്തിനും എങ്ങനെയാ 10 ദിവസത്തേക്ക് ടൂർ പോകാൻ കഴിയണേ? എങ്ങനെയാ കഴിയണത്? അത് ഈ രാജ്യത്തെ ജനങ്ങളോട് ഇവർക്കൊരു താല്പര്യമില്ല. രാജ്യം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനും എന്റെ ഭാര്യയും എന്റെ കുടുംബവും അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയണം. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കലല്ല, തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, പാർശ്വവൽക്കരിക്ക് പെട്ടവർക്ക് വേണ്ടിയല്ല. ഇത് തന്റെ സ്വന്തം സുഖത്തിന് വേണ്ടി, തന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്യും. അതിനെ ന്യായീകരിക്കാൻ കുറെ എന്താ പറയുക, ഏറാൻ മൂലികളെ ഉണ്ടാക്കിയിടുന്ന ഫാസിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭീതി വിതയ്ക്കുന്ന രാഷ്ട്രീയം കേരളത്തിലും ഇന്ത്യയിലും നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇത് അപകടകരമാണ്. ഇത് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾ പറയണത്. അതിനകത്ത് ഞങ്ങളോട് പ്രയാസം തോന്നിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 30 വർഷം CPM-നകത്ത് പ്രവർത്തിച്ച പരിചയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്, CPM-ന്റെ ഉന്നത നേതൃത്വം അറിയാതെ ഒരു കാര്യവും ഈ കേരളത്തിൽ നടക്കില്ല. ബോംബുണ്ടാക്കലാകാം, നല്ല കാര്യം ചെയ്യലായാലും ചീത്ത കാര്യമായാലും. ഇപ്പൊ എന്ത് CPM-ന്റെ പ്രവർത്തകര്, പ്രാദേശിക പ്രവർത്തകർ, നേതാക്കന്മാരൊക്കെ പുറത്തു പറയാൻ പറ്റാത്ത കേസുകളിൽ പെടണേ? എന്താ ഇതിന്റെ കാര്യം? 10-25 വർഷം മുമ്പൊന്നും ഇത് ഉണ്ടായിരുന്നില്ലല്ലോ. അതിന്റെ കാരണം നേതാക്കന്മാർ മോന്തായത്തിന് വളവ് സംഭവിച്ചാൽ എല്ലാം വളയും. അവിടെയാണ് പ്രശ്നം. നേതാക്കന്മാർക്ക് തെറ്റുപറ്റിയാൽ എല്ലാ പ്രാദേശിക പ്രവർത്തകരിലേക്ക് അത് വ്യാപിക്കും. CPM എന്തിനാണ് വ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ദുരന്തം നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ബോംബ് ഉണ്ടാക്കുന്ന ആളുകളെ തള്ളി പറഞ്ഞാൽ ഇപ്പുറത്തോട് പോയി സഹായിക്കും. അതുകൊണ്ട് കേരളം കാണുകയാണ്.